ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി സ്വീകരിക്കാനോ നിരസിക്കാനോ ഇല്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ദിലീപ് അറസ്റ്റിലായപ്പോൾ ആദ്യം നടപടിയെടുത്തത് ഫെഫ്കയാണ്. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. ഫെഫ്ക യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ. വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാതെ പോകുമ്പോൾ അതിന് കൃത്യമായ നിയമപരമായ വിശദീകരണങ്ങൾ അതിനകത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് വായിച്ച ശേഷം സംഘടന പ്രതികരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, അങ്ങനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ സ്വാഗതം, തിരസ്കാരം തുടങ്ങിയ ദ്വന്ദ്ങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ഒരു വിധിയെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിയിൽ സന്തോഷമെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം ലക്ഷ്മി പ്രിയ. സംഘടനയിൽ ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ലെന്നും ലക്ഷ്മി പ്രിയ പറഞ്ഞു. വ്യക്തിപരമായിട്ടാണെങ്കിൽ എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം ദിലീപേട്ടനെ പോലൊരാൾ അന്നും ഇന്നും ഞാൻ അത് തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അത്തരം തീരുമാനങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം ഒഫീഷ്യൽസ് തന്നെ പറയും. ഈ വിധിയിൽ ഞാൻ സന്തോഷവതിയാണ് എന്ന് വെച്ചിട്ട് ഞാൻ നടിക്കൊപ്പം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിധിക്കുന്നത് പോലെ അല്ലല്ലോ, ഇത് കോടതി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കോടതി വിധിയെ അംഗീകരിക്കുന്നു. ദിലീപിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കുമെന്ന് പ്രസിഡന്റ് ബി രാകേഷ് 24നോട് പറഞ്ഞു. നടപടികൾ വേഗത്തിൽ ഉണ്ടാകുമെന്നും ബി രാകേഷ്. വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. കാര്യം അതിനകത്ത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. കുറ്റം ചെയ്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കി കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ഒരു വളരെ സത്യസന്ധമായ ഒരു വിധിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംഘടനയെ സംബന്ധിച്ച് ഈ വിധി ഞങ്ങൾ സന്തോഷം പകരുന്നതാണ് എന്നുള്ളതാണ്. കാര്യം ഞങ്ങളുടെ നിരവധി ആൾക്കാരുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിലീപ്. അദ്ദേഹം ഈ സംഘടനയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് മെമ്പറാണെന്നുള്ള ആൾ. മെയിനായിട്ട് അദ്ദേഹം അമ്മ അസോസിയേഷനിലെ അംഗമാണ്. ഞങ്ങളുടെ സംഘടനയിലെ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇനി സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ പഴയ മെമ്പർഷിപ്പ് ഈ കാര്യത്തിൽ പുറത്താക്കിയതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതിപ്പോൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനമെടുക്കുള്ളൂ. വിപിൻ സി വിജയനാണ് ചേരുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം. വിപിനെ, ഈ പല സംഘടനകളിൽ നിന്നും പുറത്താക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിയമ നടപടികൾ, അത് നിയമം ദിലീപിനെതിരായി വന്നപ്പോൾ അറസ്റ്റിലേക്കൊക്കെ പോയപ്പോൾ പല സംഘടനകളും അതിൽ ചിലരെങ്കിലും ഇക്കാര്യത്തിൽ വിയോജിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ആ നിയമ നടപടിയുടെ ഭാഗമായി പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറ്റവിമുക്തനാകുമ്പോൾ അതേ രീതിയിൽ തന്നെ തിരികെ പ്രവേശിക്കുകയാണോ ദിലീപ്? എല്ലാ ഇടങ്ങളിലും വാതിൽ തുറക്കുകയാണോ ദിലീപിന് മുന്നിൽ? സ്മിത, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക്, ഫെഫ്കയിലേക്ക്, അമ്മയിലേക്ക് ഒക്കെ ദിലീപിന് തിരിച്ചു വരാനുള്ള ഒരു വാതിൽ തുറന്നിടുകയാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഭാരവാഹികൾ. നമ്മൾക്ക് ഇവരുടെയൊക്കെ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് അത് വായിച്ചെടുക്കാനും സാധിക്കും. കാരണം ആ ഒരു കേസ് എടുത്ത ഒരു സമയത്ത്, അറസ്റ്റ് ചെയ്ത സമയത്ത് എടുത്ത തീരുമാനമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കോടതി. സ്വാഭാവികമായിട്ടും തിരിച്ചു വരാം എന്നുള്ളതാണ്. പക്ഷേ അമ്മയെ സംബന്ധിച്ച് അതിലൊരു ജനറൽ ബോഡി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനമെടുക്കുക. സ്വാഭാവികമായിട്ടും ഇന്ന് ഈ വിധിയെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രതികരണം അമ്മയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ദിലീപ് ഈ കേസിൽ ആദ്യം തന്നെ ഈ കേസെടുത്ത സമയത്തൊക്കെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ ഏറ്റവും മടി കാണിച്ച ഒരു സംഘടന എന്ന് പറയുന്നത് അമ്മയായിരുന്നു. അമ്മയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്ന് ദിലീപിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതികൾ മറുവിഭാഗം പറയുകയും അതിനുശേഷം ഒരു യോഗത്തിൽ വലിയ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. കുറ്റം നിങ്ങൾ വിധിക്കേണ്ട എന്നുള്ളത് മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർ പറയുന്ന ആ മാധ്യമപ്രവർത്തകരുമായിട്ട് തർക്കിക്കുന്ന കാഴ്ച കണ്ടതാണ്. അന്ന് ആ ഒരു യോഗത്തിൽ മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ നിശബ്ദത പാലിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ നടന്ന യോഗത്തിന് ശേഷം പുറത്തു വരികയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു, അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുന്നു ഈ കേസിൽ ഉൾപ്പെട്ടതിനാൽ എന്നുള്ളത് മമ്മൂട്ടി ഒരു കത്ത് വായിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് പൃഥ്വിരാജ്
ആ യോഗത്തിലേക്ക് പോകുമ്പോൾ ഞാനൊരു തീരുമാനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനനുകൂലമായിട്ടൊരു തീരുമാനമാണ് അകത്തു നിന്ന് വരുന്നതെങ്കിൽ ഞാൻ പുറത്തു വന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം മറ്റൊന്നായിരിക്കുമെന്നുള്ള പൃഥ്വിരാജിൻ്റെ നിലപാട്. അങ്ങനെ വളരെ കർക്കശമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില നടന്മാരുടെ ഭാഗത്തു നിന്ന് വന്നതിനെ തുടർന്ന് അന്ന് ഈ ഒരു നടപടിയെടുക്കാൻ നിർബന്ധരാവുകയായിരുന്നു അമ്മയുടെ ഭാരവാഹികൾ എന്നുള്ളത് അന്ന് തന്നെ ചർച്ചയായ വിവാദമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപിന്റെ തിരിച്ചുവരവ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവും എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ സംഘടനകളെല്ലാം തന്നെ ഇപ്പോഴത്തെ അനുകൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ തന്നെ അതിൻ്റെ ഒരു അലയൊലികൾ ഉണ്ടാകാം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ദിലീപിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനമായതും ഏറ്റവും എടുത്തു പറയേണ്ടതും ഇന്ന് ദിലീപ് പുറത്തിറങ്ങിയതിനു ശേഷം മഞ്ജു വാര്യരെ ക്ലിയറായി നേരിട്ട് ആ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതൊരു വിവാദത്തിന് കൂടുതൽ ചർച്ചകൾക്കും ചലനങ്ങൾക്കും ഇടവരുത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ തന്നെയായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഇനി വരാനും പോകുന്നത്. സ്മിത, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.